الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ ഓതിയ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ അധ്യായം അതിലെ 90-ാമത്തെ വചനമാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും. നമ്മുടെ നാടുകളിലൊക്കെ സുന്നി പള്ളികളിൽ ഖുതുബയുടെ ശേഷം ഖുതുബ അവസാനിപ്പിക്കുക ഈ ആയത്ത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്ത് ഖുതുബയുടെ അവസാനത്തിൽ പാരായണം തുടങ്ങിയത് ഖുലഫാഉർ റാഷിദിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഉമവി ഭരണകാലഘട്ടത്തിലെ 8ാമത്തെ ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഉമവിയിലെ ചില ഭരണകർത്താക്കൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചില ഭരണ വീഴ്ചകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഖുതുബയിൽ അവരെ ആക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഖിലാഫത്തിൽ, ബനൂ ഉമയ്യയുടെ ഖിലാഫത്തിൽ. അങ്ങനെ നമുക്കറിയാം, ഉമവി കാലഘട്ടത്തിലെ 8ാമത്തെ ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് അയാൾ 5ാമത്തെ ഖുലഫാഉർ റാഷിദായിട്ട് എണ്ണപ്പെടേണ്ട വ്യക്തിയായിരുന്നു എന്നാണ്. അത്രയധികം ശ്രേഷ്ഠതയുള്ള ഒരു നല്ല ഭരണാധികാരിയാണ്. അങ്ങനെ അദ്ദേഹം ഭരണം ഏറ്റെടുത്തപ്പോ ഇനി അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ഖുതുബയിൽ ഒന്നും പറയാൻ പാടില്ല എന്ന തീരുമാനം അദ്ദേഹം കൊണ്ടുവന്നു. പകരം അദ്ദേഹം നിശ്ചയിച്ചു കൊടുത്തതാണ് ഈ ആയത്ത്. ഏത്? സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അറബി നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട തത്വജ്ഞാനി ഉണ്ടായിരുന്നു. അഖ്സം ഇബ്നു സൈഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഖ്സം ഇബ്നു സൈഫി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ കുറിച്ച് കേൾക്കാനിടയായി. ഒരു സാഹിത്യകാരനാണ്, തത്വജ്ഞാനിയാണ്. അപ്പൊ നബിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് നബിയുടെ ദഅവത്തൊക്കെ അന്വേഷിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആകത്തുക എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി പോയപ്പോ അദ്ദേഹത്തിന് കിട്ടിയത് ഈ ആയത്താണ്.
ഈ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി. അപ്പൊ അദ്ദേഹം ഈ ആയത്ത് ഇങ്ങനെ വിലയിരുത്തിയിട്ട് പറഞ്ഞത്, നിങ്ങളൊക്കെ ഈ ആയത്തിന്റെ തലയിൽ നിൽക്കണം, തലയാകണം, വാലാകരുത് എന്ന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ പകർത്തേണ്ടതും പകർത്തേണ്ടാത്തതുമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരായത്ത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഖുർആനിലെ ഈ ആയത്ത് മാത്രം മതി എന്നാണ്. എന്നാൽ തന്നെ ഖുർആനിന്റെ ദൗത്യം പൂർണ്ണമാകുന്നതാണ്. ഇതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഒരായത്ത് മാത്രമേ ഖുർആനിലുള്ളൂ, വേറെ ഒന്നുമില്ല എങ്കിൽ പോലും ഖുർആൻ കൊണ്ട് പൂർത്തിയാകുന്ന ദൗത്യം പൂർത്തിയാകുമെന്ന് വരെ പണ്ഡിതന്മാര് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തന്റെ ചില ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തഫ്സീർ ഇബ്നു ജരീർ അത്തൊബരി, ഇങ്ങനെയുള്ള ചില തഫ്സീറുകളിലൊക്കെ അവരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, ഖുർആനിലെ ആയത്തുകളെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്, അഅ്ലമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? എല്ലാം മഹത്താണ്, പക്ഷെ അതിലേറെ മഹത്തായത് അവർ പറഞ്ഞത് അൽ ബഖറയിലെ 2-ാമത്തെ അധ്യായം, അൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. നമുക്കറിയാലോ, ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്ത്. അതാണ് ഖുർആനിലെ അഅ്ലമു ആയ, ഏറ്റവും ഗാംഭീര്യമുള്ള, മഹത്തായ, ഏറ്റവും വലിയ ആയത്ത്. അതിനൊരുപാട് പ്രാധാന്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പഠിക്കാം. മറ്റൊന്ന് ഖുർആനിലായത്ത് അർജാ ആയത്താണ്, മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ആയത്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശയിലാണ്ട, ഇനി ഒരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്ന, പാപഭാരം കാരണം പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിക്ക്, നമ്മൾ ഇസ്തിഗ്ഫാറിനെ പറ്റി പറഞ്ഞ ആയത്താണ്. സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരത്തിനോട് അക്രമങ്ങൾ പ്രവർത്തിച്ച പാപഭാരമേറിയ ആ ശരീരങ്ങളെ, അതുകൊണ്ട് അവരോട് പറയാ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു തആല എല്ലാ പാപം പൊറുത്തിരും, അവൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. നമുക്കൊക്കെ ഒരു സമാധാനമാണ്, എത്ര പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരും. മറ്റൊന്ന്, മനുഷ്യന് ഏറ്റവും കൂടുതൽ തഖ്വയിലേക്ക് നയിക്കുന്ന ഒരായത്ത് ഏതാണ്? തഖ്വയിലേക്ക് നയിക്കുന്ന ആയത്ത്, അത് സൂറത്തു ത്വലാഖിലെ 2-ാമത്തെ വചനമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നോക്കൂ, അതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന ആയത്തുകളാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ മുത്തഖീങ്ങളായാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നത്തിനും പരിഹാരം. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമുക്ക് തഖ്വയില്ലാത്തത് കൊണ്ടാണ്. തഖ്വയില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എല്ലാ നിലക്കുള്ള നാശവും ഉണ്ടാകും. എന്നാൽ തഖ്വ ഉണ്ടെങ്കിലോ യജ്അൽ ലഹു മഖ്റജ, പ്രശ്നങ്ങൾ ഉണ്ടാവൂല എന്നല്ല, എന്ത് പ്രശ്നമുണ്ടായാലും പരിഹാരമുണ്ടാവും. അതാണല്ലോ വേണ്ടത്. പ്രശ്നമില്ലാത്ത ജീവിതം ഉണ്ടാവില്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മാത്രല്ല, ഉപജീവനം നടക്കും. ബേജാറാകണ്ട. നമ്മളൊക്കെ ഇന്ന് ബേജാറാകണത് തഖ്വ ഇല്ലാത്തത് കൊണ്ട്. അന്യൻ കഷ്ടപ്പെട്ടാലും വേണ്ട, നമ്മുടെ കാര്യം നടക്കണം. അപ്പൊ ഗ്യാസും കുറ്റി ഓരോരുത്തർ 1000-10,000 കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഉള്ള കുറ്റിയല്ലേ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നോക്കാൻ നല്ല ആലോചിക്കണേ നമ്മളൊക്കെ. എങ്ങനെയെങ്കിലും മറ്റോന് കിട്ടുന്ന കുറ്റിയും കൂടി എനിക്ക് കിട്ടണ വെച്ചിട്ട് കൊടുന്ന് വെച്ചേക്കാണ്. വറകൊണ്ട് എന്താ കാട്ടുകയെന്ന് അറിയില്ലെങ്കിലും വറകൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ ഒരു തരം ബേജാറ് ഇതൊന്നുമില്ല. അള്ളാനെ സൂക്ഷിച്ച് നമ്മൾ ജീവിച്ചാൽ വിചാരിക്കാത്ത മാർഗത്തിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും. നമ്മൾ വെറുതെ കടന്ന് ബേജാറാക്കുക. നമ്മളെ കേരളക്കാരുടെ പ്രത്യേക സ്വഭാവം കൂടിയാണ്. അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. ഏതില്? തഖ്വയുടെ വിഷയത്തിൽ മനുഷ്യനെ സൂക്ഷ്മത പാലിച്ച് ഏറ്റവും നല്ലതിലേക്ക് എത്തിക്കുന്ന ആയത്താണ്. ഇനി ഞാൻ ഓതിയ ആയത്ത് സൂറത്ത് അന്നഹ്ലിലെ 90-ാമത്തെ ആയത്ത്. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് അജ്മഉ ആയത്തിൻ അൽ ഖൈറ വശർറാന, ലോകത്തുള്ള എല്ലാ നന്മകളും പറഞ്ഞ ആയത്ത്. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ തിന്മകളും വിരോധിച്ച ആയത്ത്. അതാണ് ഖുർആൻ. അത് മാത്രം മതി എന്ന് പറയാൻ കാരണം നന്മയും തിന്മയാണല്ലോ ഖുർആൻ പറയുന്നത്. നന്മകൾ എന്തൊക്കെ ചെയ്യാവുണ്ടോ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം 3 കാര്യമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് 3 കാര്യമാണ്. അൽ അദ്ൽ, ഒന്ന് നീതിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. അതുപോലെ വഈതാഇദിൽ ഖുവൽ ഇഹ്സാൻ, രണ്ടാമത്തെ കാര്യം ഇഹ്സാന, നന്മയാണ്. വഈതാഇദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് നൽകണം എന്നതാണ്. ലോകത്തുള്ള എല്ലാ ഖൈറും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിലധികം ഒരു ഖൈറിന് വേറില്ല. മാത്രല്ല വയൻഹ, അല്ലാഹു വിരോധിക്കുന്നു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഫഹ്ശാ അത് നീചവൃത്തികളാണ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട നീചവൃത്തികളെയാണ് പരിശുദ്ധ ഖുർആൻ ഫഹ്ശാ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറ്റത് മുൻകർ. ബാക്കിയുള്ള തിന്മകൾക്കൊക്കെ ഖുർആൻ പറയുന്ന പേര് മുൻകർ എന്ന്. അപ്പോ ഫഹ്ശാ അതാണല്ലോ ലൈംഗിക വിശുദ്ധി. ഫഹ്ശായിൽ നിന്ന് മാറി നിന്നാൽ ഒരു മനുഷ്യനുണ്ടാകുന്നത് സദാചാര ലൈംഗിക വിശുദ്ധിയാണ്. മുൻകറായ കാര്യങ്ങളിൽ മാറി നിന്നാൽ മറ്റുള്ള എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കും. പിന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം വൽ ബഗി, അക്രമം. അത് അദ്ലിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് 3ഉം അല്ലാഹു തആല വിരോധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ ആയത്താണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഇനി നിങ്ങൾ പറയണമെങ്കിൽ ഖുത്ബയുടെ അവസാനത്തിൽ ഇത് പറഞ്ഞോളൂ എന്നൊരു നിയമം കൊടുത്തതാണ്. ഇനി അത് എല്ലാ ഖുത്ബയുടെ അവസാനത്ത് പറയണോ? അതിനെപ്പറ്റി പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നതാണ്. ഒരു പ്രത്യേക സുന്നത്തോ ഒന്നുമല്ല, അദ്ദേഹം നടപ്പിലാക്കിയ ഖുത്ബയിൽ ഒരു കാര്യം. ഇനി അത് പറഞ്ഞുകൊണ്ട് വിരോധമുണ്ടോ? വിരോധമില്ല. അറബികളാണ്, അവർക്കൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് ഇന്നും ചില രാജ്യങ്ങളിലൊക്കെ ഖുത്ബ നടത്തുമ്പോൾ ഖുത്ബയുടെ അവസാനം ഈ ആയത്ത് പാരായണം ചെയ്യുന്നവരുണ്ട്, അതില്ലാത്തവരുണ്ട്. അത് വേണം എന്നൊന്നുമില്ല. ഇനി അഥവാ 1-2 ഖുത്ബയിൽ പറഞ്ഞാലും വിരോധമില്ല എന്നാണ് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് അദ്ലാണ്, നീതി. നീതി എന്ന് പറഞ്ഞാൽ അദ്ൽ എന്ന വാക്ക് ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. സാവകാശം ചില കാര്യങ്ങളെ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സമയമായാൽ നിർത്തും. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അദ്ൽ എന്ന് പറയുന്നത് നീതി എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ അദ്ൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഖിസ്താസ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മീസാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. സൂറത്തുർ റഹ്മാൻ. നിങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളണം. ആകാശത്തെ ഉയർത്തി നീതിയെ താഴ്ത്തി. സമാഅ റഫഅഹാ വവളഅൽ മീസാൻ, നീതിയെ താഴ്ത്തി, നീതിയെ കൊണ്ടുവന്നു. കാരണം ആകാശഭൂമികൾ നിലകൊള്ളുന്നത് നീതിയിലാണ് എന്ന്. അതുകൊണ്ടാണ് നീതിയെ താഴ്ത്തി വെച്ചു, നീതിയെ നിർണയിച്ചു എന്നൊക്കെ പറയാൻ കഴിയും. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നീതിയുടെ വിഷയത്തിൽ. മീസാൻ എന്ന് പറഞ്ഞ തുലാസ്, നീതിയുടെ ചിഹ്നമാണ് തുലാസ്. 2 ഭാഗം ഉണ്ടാകും തുലാസ്. അതിന് പറയാ ഇദ്ല് എന്നാണ് അറബി ഭാഷയിൽ. ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തിന്റെ പുറത്ത് ഭാരം കയറ്റുമ്പോ ഒരു കയറിന്റെ 2 തലയിലും ഭാരം കിട്ടും. അത് 2 തലയിലും തുല്യമാണെങ്കിലേ ഒട്ടകപ്പുറത്ത് അത് നേരെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കിഴിഞ്ഞാടും. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഭാഗത്ത് കിഴിഞ്ഞാടും. അപ്പൊ ഒരു ഭാഗത്ത് 2 കിലോനാണെങ്കിൽ അപ്പുറത്തും 2 കിലോൻ ഉണ്ടാവണം. ഇവിടെ 10 കിലോനാണെങ്കിൽ ഇപ്പുറത്തും 10 കിലോൻ ഉണ്ടാവണം.
ആ ഓരോ ഭാണ്ഡക്കെട്ടിനാണ് അറബികൾ ഇതിൽ എന്ന് പറയുക. അതാണ് തുല്യം. തുലാസിൽ 1 കിലോന്റെ കട്ടി ഒരു ഭാഗത്ത് വെച്ചാൽ തൊട്ടപ്പുറത്തും 1 കിലോന്റെ കട്ടി വേണം. തുലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അളവ് തൂക്കത്തിലാണ് നീതി വരുന്നത്. ആ കോമ്പസ്, അതിന്റെ സൂചി അത് കൃത്യമായി നിൽക്കണം. എന്തെങ്കിലും കെട്ടിത്തൂക്കിയാ പോരാ, അത് കൃത്യമായിരിക്കണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. നിങ്ങൾ തൂക്കുമ്പോ കൃത്യമായ അളവ് ഉപയോഗിച്ച് തൂക്കണമെന്ന് ഒരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുണ്ട്, ശുഐബ് നബി അലൈഹിസ്സലാം. അളവിലും തൂക്കത്തിലും കൃത്രിമം പ്രയോഗിച്ചപ്പോ അത് പാടില്ല എന്ന് പറയാൻ ഒരു പ്രവാചകൻ നിയമിച്ചു. വലാ തുഖ്സിറുൻ നാസ വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും. നിങ്ങൾ ജനങ്ങളുടെ മുതല് അന്യായമായിട്ട് സ്വീകരിക്കരുത്, നീതിക്കനുസരിച്ചായിരിക്കും. ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മുത്തഫിഫൂൻ എന്നതിന്റെ പേര്, അൽ മുത്തഫിഫൂൻ. വൈലുൽ ലിൽ മുത്തഫിഫീൻ. മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ എന്ന്. എന്താ അവർ ചെയ്യുക? അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോ നന്നായിട്ട് അളന്നെടുക്കും. പണ്ടൊക്കെ നാരായം, പറ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അളക്കുക. അപ്പൊ ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോ നല്ല കൂപ്പിച്ച് ഇങ്ങനെ അളന്നെടുക്കും. എന്നാൽ വൈദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോ അല്ലെങ്കിൽ അങ്ങോട്ട് തൂക്കിക്കൊടുക്കുമ്പോ യുഖ്സിറൂൻ, അവർ നഷ്ടപ്പെടുത്തും. അപ്പൊ ഒന്ന് പറ ഇങ്ങനെ വടിക്കും, കുറച്ച് കിട്ടുമല്ലോ. പാടില്ല പറയാൻ പ്രവാചകനെ പറഞ്ഞയച്ചു. കാരണം അത് നീതിയല്ല. അതുകൊണ്ട് ഖുർആൻ പറയാം, അപ്പൊ മീസാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖിസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്. നിങ്ങൾ നീതിയിൽ നിൽക്കണം. അപ്പൊ മീസാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖിസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അദിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1-2 സ്ഥലത്തല്ല, 27-ലധികം സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ നീതിയെ കുറിച്ച് പറയുന്നു. കാരണം ലോകം നിലനിൽക്കണമെങ്കിൽ നീതി വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധം നടക്കുന്നത് ഒരു പോക്കിരി കാണിച്ച അനീതിയാണ്. പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തെ പോയി ആക്രമിക്കുക, അവിടുത്തെ പരമോന്നത നേതാവിനെ വധിക്കുക. എന്താ കാരണം? അവിടെ അണുബോംബ് അവരുണ്ടാക്കുന്നുണ്ട്, അവരാണവായുധം ഉണ്ടാക്കുന്നുണ്ട്, ആണവായുധം ഉണ്ടാക്കുന്നത്. ആർക്കുണ്ടാക്കിക്കൂടെ? ഒരു പരമാധികാരമുള്ള രാഷ്ട്രത്തിന് ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധമുണ്ടാക്കാനും സൂക്ഷിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട്. അവിടെ മറ്റൊരുത്തൻ ചെന്ന് കൈകടത്തുകയാണ്. അത് അനീതിയാണ്. അതുകൊണ്ടാണ് അനീതിക്കെതിരെ നിൽക്കണം എന്ന് നമ്മൾ പറയാൻ കാരണം. അനീതിക്കെതിരെയാണ് ഒരു മുസ്ലിമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ലോകം തകരും. ബിഹാദാ ഖാമത്തിസ് സമാവാത്തു വൽ അർദ്. ആകാശഭൂമികൾ നിലനിൽക്കുന്നത് നീതിയുക്തമായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ രാഷ്ട്രത്തിലും ഓരോ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളും അനീതി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ രാജ്യത്തിലെ ആളുകൾക്ക് എന്ത് സുരക്ഷയാണ് ഉണ്ടാവുക? ചിന്തിച്ചിട്ടുണ്ടോ? പശ്ചിമേഷ്യയിൽ അക്രമം നടന്നപ്പോ നമ്മുടെ അടുക്കളയാണ് പ്രയാസപ്പെട്ടത്, നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഓരോരുത്തരും ജീവിതമാർഗം തകർന്നു പോവുകയാണ്. നമ്മുടെ സുഹൃത്തുക്കള് മരണപ്പെട്ടു പോവുകയാണ്. അറിയാലോ ആ ബന്ധം എന്താണ്? അത് ലോകത്തിന്റെ ബന്ധമാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖൈബറിലേക്ക് പറഞ്ഞേക്കാം. ഖൈബറിൽ ജൂതന്മാരാണ്. അവിടെ പോയിട്ട് അവിടുത്തെ കൃഷിയൊക്കെ നോക്കിയിട്ട് അവിടുന്ന് അതിന്റെ ടാക്സ് വാങ്ങണം, അതിന്റെ നികുതി വാങ്ങണം. അതിനുവേണ്ടി പറഞ്ഞേക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെയാണ്. ജൂതന്മാരെല്ലാവരും പാടെ കൂടി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങള് ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാം. അങ്ങനെയാണല്ലോ നമ്മൾ രക്ഷപ്പെടുക. കൈക്കൂലി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാം. ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കുക. ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചാൽ നമ്മുടെ കാര്യം നടക്കും, മറ്റവന്റെ കാര്യം എന്തോലേ കുട്ടെ. കൈക്കൂലി കൊടുക്കാൻ തീരുമാനിച്ചു അബ്ദുല്ലാഹി ഇബ്നു റവാഹ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ അവരെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ജൂതന്മാർ, നിങ്ങളെ എനിക്ക് പന്നികളെക്കാളും കുരങ്ങനേക്കാളും ദേഷ്യമാണ്. നിങ്ങളെ അത്രക്ക് ദേഷ്യമാണ്. നിങ്ങളെപ്പറ്റി എനിക്കൊരു താല്പര്യമില്ല.
പക്ഷേ ഞാൻ നീതി വിട്ട് ഒരു കാര്യവും ഞാൻ പ്രവർത്തിക്കില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ തുറന്നടിച്ചു. ജൂതന്മാര് വഴങ്ങി. ജൂതന്മാര് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, വല്ലാഹി ബിഹാദാ ഖാമത്തിസ് സമാവാതു വൽ അർള്, ഈ ലോകം നിലനിൽക്കണമെങ്കിൽ നീതി വേണം. ആലോചിച്ച് നോക്കൂ, തുലാസ് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടിയാൽ അതിനൊരിക്കലും നീതിയില്ല. അവിടെ ഒരിക്കലും സ്ഥായിയായിട്ടൊരു സംഗതിയില്ല. അവിടെ ഒരാൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഓരോരുത്തർക്കും ലഭിക്കുന്നത് ലഭിക്കണം എന്ന്, ഓരോരുത്തർക്കും ലഭിക്കുന്നത് ലഭിക്കണം. അതാണ് അൽ അദിൽ എന്നതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്നാണ് അറബിയിൽ അതിന്റെ ഡെഫിനിഷൻ, നിർവചനം. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശമുള്ള ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നതാണ്. എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നോട് നിനക്കൊരു അവകാശമുണ്ട്, നിന്റെ ശരീരത്തിനോട് നിനക്കൊരു അവകാശമുണ്ട്, ഒരു ബാധ്യതയുണ്ട് എന്നർത്ഥം. നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്, അവകാശമുണ്ട്. കണ്ണിനൊരു അവകാശമുണ്ട്, നിന്റെ ബാധ്യതയാണ്, നീ ചെയ്തു കൊടുക്കണം. നിന്റെ ഭാര്യയോട് നിന്റെ ഭാര്യയോട് നിനക്കൊരു ബാധ്യതയുണ്ട്, നിന്റെ വിരുന്നുകാരനോട് നിനക്കൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവകാശമുള്ളവർക്ക് ആ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കണം. അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം ഉണ്ടാകരുത്. അവകാശമുള്ളവർക്ക് അവകാശങ്ങൾ കൊടുക്കണമെന്ന്. നമ്മുടെ കണ്ണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അത് നോക്കേണ്ട ചുമതല നമുക്കാണ്. അനാവശ്യമായി നമ്മുടെ സ്ക്രീൻ ടൈമിംഗ്, മൊബൈലില് അനാവശ്യമായി മൊബൈൽ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിന് സ്ക്രീൻ ടൈമിംഗ് അധികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മളാണ് അതിന്റെ ഉത്തരവാദി. നിങ്ങൾക്കറിയോ, ഇന്നത്തെ വാർത്ത ഗൂഗിളിന് 50 കോടി നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട്. ഒരു പെമ്പറന്നുള്ള കണ്ണ് നഷ്ടപ്പെട്ടത്, ഒരു കുട്ടിയെ ഒരു പെമ്പറന്നുള്ള ഒരു കുട്ടി പിന്നെ ഇതിന് അഡിക്ഷൻ ആയതാണ്. ഒരു കുട്ടി മൊബൈലിന് അഡിക്ഷൻ ആയതാണ്. ആ കുട്ടിക്ക് ഒരുപാട് രോഗം സംഭവിച്ചു, മാനസിക പിന്നെ വിഭ്രാന്തി സംഭവിച്ചു. അങ്ങനെ ആ സ്ത്രീ പരാതി കൊടുത്തിട്ട് 50 കോടി നമ്മുടെ ഗൂഗിള് ഉസ്താദ് ഉണ്ടല്ലോ, നമ്മളൊക്കെ ചോദിക്കണേ, ഗൂഗിളിന് പിന്നെ ഫൈൻ ഇട്ടു എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചില്ലറക്കാര്യല്ല, ഫൈനിടും. ലോകം അംഗീകരിച്ചതാണ്. നമ്മുടെ കണ്ണിനോട് നമുക്ക് എത്രയോ കാലം റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. നമ്മുടെ ഭാര്യമാരോട് നമുക്കൊരു ബാധ്യതയുണ്ട്, നിർവഹിക്കണം. നമ്മുടെ ശരീരത്തിനോട് നമുക്കൊരു ബാധ്യതയുണ്ട്. നമ്മുടെ അതിഥികളോട്, അയൽവാസികളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട്, രാജ്യത്തിനോട് നമുക്ക് ബാധ്യതയുണ്ട്. ഇതെല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് അദ്ൽ എന്ന് പറയുന്നത് നമ്മൾ പാലിക്കണം, നീതി പാലിക്കണം. എങ്ങനെ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, നേരത്തെ പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരാളോട് അന്വേഷിക്കാൻ, എങ്ങനെയാണ് ഞാൻ നീതി പാലിക്കേണ്ടത്, ഞാൻ എങ്ങനെ പെരുമാറണം? അദ്ദേഹത്തിന് കിട്ടിയ വിവരം പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തത്, ചെറിയവർക്ക് വാപ്പയാവുക, ചെറിയവർക്ക് നീ വാപ്പയാവുക, വലിയവർക്ക് നീ മകനാവണം, സമന്മാർക്ക് നീ സുഹൃത്താവണം. 3 പ്രധാനപ്പെട്ട പോയിന്റ്. ചെറിയവർക്ക് വാപ്പയായി പ്രവർത്തിക്കുക. ചെറിയവരുടെ വാപ്പയാണ് നമ്മളൊക്കെ. അപ്പോഴേ അവർ അവകാശം കിട്ടുള്ളൂ. വലിയവരുടെ മുന്നിൽ നമ്മൾ മക്കളാണ്, സമന്മാർക്ക് മുമ്പിൽ നമ്മൾ സുഹൃത്തുക്കളാണ്. ഒരു മനുഷ്യനെ അവന്റെ ആരോഗ്യവും അവൻ ചെയ്ത കുറ്റവും നോക്കിയിട്ടേ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്തെങ്കിലും കാരണത്തിന് ഒരാളുടെ പേരിൽ പകപോക്കാൻ പാടില്ല. സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. നിങ്ങൾക്കൊരു നാട്ടുകാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ നീതി പാലിക്കുന്നതിൽ നിന്നും എതിരാവരുതെന്ന്. ആരോടെങ്കിലും വിദ്വേഷമുണ്ടെന്ന് വിചാരിച്ച് കിട്ടിയ ചാൻസിൽ അനീതി പ്രവർത്തിക്കരുത്. ഖുർആനിന്റെ കൽപ്പനയാണ്. വ്യക്തമായിട്ട് ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്.
അപ്പോ ഒരു മനുഷ്യനോട് എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷങ്ങളുണ്ട് എന്ന് വിചാരിച്ച് അത് പക വീട്ടാനുള്ളതല്ല ശിക്ഷാ നിയമങ്ങൾ. അവന്റെ ശരീരം നോക്കണം, ഈ ശിക്ഷക്കുള്ള ശരീരം അവനുണ്ടോ എന്ന് നോക്കണം, അവന്റെ ശിക്ഷയുടെ കാഠിന്യം എന്താണ് എന്ന് നോക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. നിങ്ങൾക്കറിയോ, നമ്മുടെ സുപ്രീം കോടതിയിലെ ലൈബ്രറിയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയാണ്, വെങ്കലത്തിന്റെ ഒരു പ്രതിമ. കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്നു നമ്മുടെ സുപ്രീം കോടതി, ഇപ്പോഴുണ്ട്. അത് കണ്ടിട്ടുണ്ടാവും. കുറച്ചു കാലം മുമ്പ് വരെ കണ്ണ് കെട്ടിയിട്ടുള്ള, അതിന് ജസ്റ്റിസ് ലേഡി എന്ന് പറയാം, അല്ലെങ്കിൽ ലേഡി ജസ്റ്റിസ് എന്ന് പറയാം. തെമിസ് എന്ന് പറയുന്ന, തെമിസ് എന്നതിന്റെ പേര്, തെമിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ദേവതയുടെ ചിത്രമാണ്. അത് കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഒരു കയ്യില്, ഇടത്തെ കയ്യില് വാളുണ്ട്, വലത്തെ കയ്യിൽ തുലാസ്, നീതിയുടെ തുലാസ്. അതിന് മലയാളത്തിൽ പറയാൻ നീതി ദേവത. സുപ്രീം കോടതിയിലെ, നമ്മുടെ പരമോന്നത സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ലൈബ്രറിയിലുള്ള പ്രതിമയാണത്. അതാണ് നീതിയുടെ അടയാളമായിട്ട് ഇക്കണ്ട കാലം വരെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ 2024 അത് അന്ന് കണ്ണ് കെട്ടും. എന്തിനാ അന്ന് കണ്ണ് കെട്ടിയിരുന്നത്? അന്ന് കണ്ണ് കെട്ടിയതിനുള്ള വ്യാഖ്യാനം, നീതി അതാരാണെങ്കിലും ശരി തിരിഞ്ഞു നോട്ടമില്ല, കുറ്റം ചെയ്തവന്റെ മുഖത്ത് നോക്കൂല, നീതിയെ നോക്കുള്ളൂ, നീതി നടപ്പാക്കും എന്നാണ് അന്ന് അതിന്റെ ആ സിമ്പല്, അതിന്റെ അടയാളം, അതിന്റെ മാന അങ്ങനെയായിരുന്നു. അതുകൊണ്ടാ കണ്ണ് കെട്ടി. ഖുർആൻ പറയുന്നുണ്ട്, കൂനു ഖവ്വാമീന ലില്ലാഹ് ശുഹദാഅ ബിൽ ഖിസ്ത്, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നീതിയിൽ നിലകൊള്ളണം. വലൗ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരാണെങ്കിലും, അവിൽ വാലിദൈൻ അവിൽ അഖ്റബീൻ, നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും എതിരാണെങ്കിലും, നിങ്ങളുടെ കുടുംബക്കാർക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിയിൽ നിലകൊള്ളണം എന്നാണ്. മഖ്സൂമിയ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് കളവ് നടത്തുകയാണ്. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റെക്കമെൻഡ് പറയാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്, വല്ലാഹി ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദ് സരിഖത് ലഖതഅതു യദഹാ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കെട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കും. അതാണ് നീതി. മുഖത്തേക്ക് നോക്കൂല, അതാണ് നീതി. 2024 ഒക്ടോബർ മുതൽ DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് വന്നപ്പോ അദ്ദേഹം ഇത് മാറ്റാൻ പറഞ്ഞു. കാരണം അതൊരു കൊളോണിയൽ സംസ്കാരത്തിൽ വന്നതാണ്. പഴയകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ വന്നിട്ടുള്ള നീതി ദേവതയാണ് തെമിസ്. അതുകൊണ്ട് കണ്ണ് കെട്ടിയിട്ട് ഒരാളെ വിധിക്കാൻ പറ്റൂല, നിയമം കണ്ണ് തുറന്നിരിക്കണം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. നിയമം കണ്ണ് തുറക്കണം. അതുകൊണ്ട് നീതി ദേവതയുടെ കണ്ണിന്റെ കെട്ടയിച്ചു. ഇപ്പൊ കണ്ണ് കെട്ടിയിട്ടില്ല. കയ്യില് വാളല്ല വേണ്ടത്, ആളെ നോക്കി, നോക്കിങ്ങള് ആളെ നോക്കി ശിക്ഷിക്കണം. ആ ശിക്ഷ സഹിക്കാനുള്ളതുണ്ടോ ഒക്കെ നോക്കാം. ഇപ്പൊ അങ്ങനെയാണല്ലോ, എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാകുള്ളൂ ശിക്ഷ. അത് നടക്കൂല. ആളുകൾ ഇങ്ങനെ പറയില്ലേ, ശിക്ഷ അല്ലാഞ്ഞിട്ടാണ് എന്ത് തോന്നിയാസം ചെയ്യുന്നത്. കയ്യില്, ഇടത്തെ കയ്യില് വാൾ ഒഴിവാക്കി, എന്നിട്ട് നിയമപുസ്തകമാണ്. ഇടത്തെ കയ്യിൽ നിയമപുസ്തകം, വലത്തെ കയ്യിൽ തുലാസ്. ഇന്നത്തെ നീതി ദേവത അല്ലെങ്കിൽ ലേഡി ജസ്റ്റിസ് എന്റെ ചിത്രം അതാണ് കാണുക. 2024 വരെ കൊളോണിയൽ സമ്പ്രദായം അനുസരിച്ച് ഈ തെമീസിന്റെ സ്റ്റാച്ചു, പ്രതിമ അങ്ങനെ ആയിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് നിയമം കണ്ണു തുറന്നു. അതിനെ വേണ്ട, കണ്ണു തുറക്കണം, എന്നിട്ട് നോക്കണം, കൃത്യമായി അവൻ ചെയ്ത തെറ്റെന്താണ് എന്ന് പഠിക്കണം, അതിന് ശിക്ഷ വിധിക്കണം. അതാണ് നീതി എന്ന് പറയാൻ കാണിക്കും. അതുകൊണ്ട് നീതിപൂർവമായിരിക്കണം എന്ത് വിധികളും കൽപ്പിക്കുന്നത്. സ്വന്തത്തോട് നീതി പാലിക്കണം. രാഷ്ട്രീയ ഭരണത്തലവന്മാര് പ്രജകളോട് നീതി പാലിക്കണം. അനീതിയായാൽ ലോകവ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാകും. ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കണം, മക്കൾക്കിടയിൽ നീതി പാലിക്കണം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വാപ്പ ഒരു ഒട്ടകം കൊടുത്തു. ഉമ്മ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്, അതാണ് നല്ലൊരു ഉമ്മ, നിങ്ങൾ ഈ ചെയ്തത് ശരിയായിട്ടില്ല, പോണം, നബിന്റെ അടുത്ത് പോണം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിന്റെ വാപ്പ നബിന്റെ അടുത്തില്ല. നബി, ഞാൻ എന്റെ മകനൊരു ഒട്ടകം കൊടുത്തു. നബി ചോദിച്ചു, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടോ? എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ടോ? ഇല്ല നബിയെ. തിരിച്ചു വാങ്ങണം. മക്കൾക്കിടയിൽ നീതി പാലിക്കണം. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? എല്ലാ സ്ത്രീധനും ഇപ്പൊ കുറെ കുറഞ്ഞിരിക്കണം. സ്ത്രീധനൊക്കെ കൊടുത്ത് പെങ്ങന്മാരെ കെട്ടിക്കും. എല്ലാ പണി കുടിയിലുള്ള ആണിന്റെ മേത്താണ്. അവസാനം ഓരിക്ക് വരുമ്പോ ഓളന്നെ വരും, ആദ്യം ഒരു ഓരിക്ക്.
അല്ലെ? മകൻ അധ്വാനിച്ചത്, വാപ്പ അധ്വാനിച്ചത് ഒക്കെ കൂടിയിട്ട് ഒരു പെൺമകളെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു പറഞ്ഞേക്കും. അത് വെള്ളമൊക്കെ കൊടുക്കും. ഇപ്പുറത്ത് അങ്ങനെ കൊടുക്കും. എല്ലാവർക്കും തുല്യമായിട്ടാണോ മക്കളെ പലപ്പോഴും നമ്മൾ കാണുന്നത്? ആർക്കെങ്കിലും വരെ രോഗമോ മറ്റോ ഉണ്ടെങ്കിൽ അവനെ കാണണം. അത് നീതിയാണ്. അവനെ കൂട്ടത്തിൽ വിടാൻ പാടില്ല. അവന് പ്രത്യേക ഉപദേശങ്ങൾ കൊടുക്കണം, വസിയ്യത്ത് ചെയ്യണം. അതൊക്കെ ശരിയാണ്. മക്കൾക്കിടയിൽ മക്കളെ തുല്യമായിട്ട് വളർത്തണം, തുല്യമായ വിദ്യാഭ്യാസം കൊടുക്കണം, നീതി കൊടുക്കണം. സമത്വമല്ല നീതി. ഇന്ന് ചില ആളുകൾ അങ്ങനെയാണ്. ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് വലിയ പേരൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. കഴിയില്ല. അങ്ങനെ സമത്വമാണെങ്കിൽ ഒരു കുട്ടിയെ ഇവള് പറ്റാ, ഒരു കുട്ടിയെ ഇവൻ പറയണം. അത് പറ്റുമോ? ഒരു കുട്ടിയെ ഇവള് പ്രസവിച്ചാൽ ഒരു കുട്ടിയെ ഇവൻ പ്രസവിക്കണം. അത് നടക്കൂല. ഖുർആൻ പറയുന്നത് സമത്വമല്ല, നീതിയാണ്. ഇതിങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഓള് ട്രൗസർ കുപ്പായി ഇട്ടിട്ട് ഓള് നടക്കുക. പെൺകുട്ടികളൊക്കെ ഒന്ന് വേഷങ്ങലയന്മാരുടെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ആൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് പെൺകുട്ടികൾ നടക്കുക. എന്നാ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് ആൺകുട്ടികൾ നടക്കണ്ടേ? ഇപ്പം നടക്കട്ടെ, ഒരു ചുരിദാർ ഇട്ടിട്ട് അങ്ങനെ കണ്ടിക്കണം. ഏതെങ്കിലും വല്ല കോമാളികളെ കാണാന്നല്ലാതെ, അല്ലെങ്കിൽ വല്ല ഡാൻസ് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ടാവും, നപുംസകങ്ങൾ, അവരെ കാണാന്നല്ലാതെ ആര് കൊണ്ടുവന്നതാണ്? അല്ല, അത് നേരങ്ങത്തിൽ നടക്കണം. ആണും പെണ്ണിന്റെ ഇടയിൽ സമത്വമല്ല വേണ്ടത്, നീതിയാണ് വേണ്ടത്. അത് ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട്. അവർക്ക് ഓഹരി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ഏത് വിഷയത്തിൽ ഒരു മകനെ മാത്രം താങ്ങിക്കൊണ്ടു നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോളൂ നേരിട്ട് ഓനെ മാത്രം. അങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ. അവരിൽ നിന്നാണ് എല്ലാ വിത്തനും ഉണ്ടാകുക. അറിയോ? എല്ലാ കൗൺസിലിംഗിലും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വളർത്തിയവരെ കൊണ്ടാണ്. അപ്പൊ മക്കൾക്കിടയിൽ നീതി പാലിക്കണം, ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 1 2 ഭാര്യമാരെ കല്യാണം കഴിക്കുക. എവിടെ നടക്കുന്നത്? രണ്ടാമത്തേനെ കല്യാണം കഴിച്ച് ഓളോ എന്റെ കൂടെ ഗൾഫില്, ഇവളും കുട്ടികളും ഇവിടെ വഴിയാധാരമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങള് നീതി പാലിക്കണം. വിവാഹം കഴിക്കാം. 2 3 4 നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. നിങ്ങൾക്ക് നല്ലത് അതാണ്. 2 ഭാര്യമാരെ കല്യാണം കഴിച്ച് 2 ഭാര്യമാർക്കിടയിൽ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ഒരു പുറം കുഴഞ്ഞവനായിട്ട് പരലോകത്ത് വലിച്ചയച്ചുകൊണ്ട് അവനെ കൊണ്ടുവരുമെന്ന് ഹദീസില് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കണം. എന്നാൽ മാനസികമായ നീതി ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. അതും പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ എന്തൊക്കെ നീതി പാലിക്കാൻ ഉദ്ദേശിച്ചാലും വലൗ ഹറസ്തും, നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ടെങ്കിലും 3-4 പെണ്ണുങ്ങളുണ്ടെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും ഒരുപോലെ നിങ്ങൾക്ക് മാനസികമായി കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് മനുഷ്യ സഹജമാണ്, അല്ലെ? സ്നേഹം അത് മനുഷ്യ സഹജമാണ്. പക്ഷെ നിങ്ങളെല്ലാം ഒരു പെണ്ണിന്റെ അടുത്തേക്ക് മാത്രം നിങ്ങൾ ചാഞ്ഞു പോകരുത്. എന്നിട്ട് മറ്റേ പെണ്ണിനെ കെട്ടിയിട്ടവളെ പോലാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായിട്ട് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നതാണ്. ചെലവ് കൊടുക്കുമ്പോൾ ഒരേപോലെ കൊടുക്കുക, ഡേറ്റ് ദിവസങ്ങൾ പങ്കിടുമ്പോ ഒരേപോലെ ചെയ്യാം, അതുപോലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരേപോലെ കൊടുക്കുക, യാത്ര പോകുമ്പോൾ ഒരേപോലെ. മാനസികമായിട്ട് ചിലപ്പോൾ ഒരു പെണ്ണിന് അത് നമുക്ക് താങ്ങാൻ കഴിയില്ല, 1 2 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പൊ നീതി വ്യവസ്ഥ ഖുർആൻ പറഞ്ഞോടത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പൊ നീതി പാലിക്കണമെന്ന്. അല്ലാഹു തആല നീതി പാലിക്കാൻ കൽപ്പിക്കുന്നു. കച്ചവടത്തിൽ നീതി പാലിക്കണം. ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നീതി പാലിക്കണം. അതുകൊണ്ട് ഒന്നും സംഭവിക്കൂല. നമുക്ക് ഹൈർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഒന്നും സംഭവിക്കില്ല. നീതി പാലിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. ഓരോരുത്തരെയും അവകാശം അവനവന് വകവെച്ചു കൊടുക്കുക. അപ്പൊ ശരീരത്തിനോട്, മക്കളോട്, ഭാര്യമാരോട്, കുടുംബത്തിനോട്, എല്ലാവരോടുമുള്ള നീതികർമ്മം നീതിയുക്തമായി ചെയ്യണമെന്ന്. അതാണ് അദിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദിൽ വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ. ആ നീതി ഏറ്റവും ബിഹാദാ ഖാമത്തിസ് സമാവാത്തു വൽ, ആകാശങ്ങൾ നിലനിൽപ്പതുകൊണ്ടാണ്. നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും, അധ്യാപകരാണെങ്കിൽ കുട്ടികളുടെ വിഷയത്തിൽ എല്ലാ കുട്ടികളും തുല്യമായിട്ട് കാണും. പരീക്ഷ നടത്തിപ്പില് നീതി ഉണ്ടാവണം. സാമ്പത്തിക ഇടപാടിൽ നീതിയുക്തമായിരിക്കണം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂ, നിങ്ങൾ എഴുതി വെക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നീതി നഷ്ടപ്പെടുമോ എന്ന് ഭയന്നത് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ
ഖുർആനിലെ ഓരോ ആയത്തുകളും വ്യാഖ്യാനിച്ചുകൊണ്ട് അതിലൊക്കെ നീതിയെ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെപ്പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ, ഈ ആയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അതിലെന്ന് പഠിക്കുമ്പോൾ ഖുർആനിലെ ഏതൊക്കെ നിയമങ്ങൾ പറയുന്ന ആയത്തുകളുണ്ടോ അതിനൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ ഒക്കെ കൂടി പറയാൻ നമുക്ക് നേരല്ല എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് വലിയ മഹത്തായ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിലെ നീതിയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാനരെ, ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഹജ്ജ് ക്ലാസ് കരിങ്ങനാട് സലഫിയ അറബിക് കോളേജിൽ വെച്ച് 29-ാം തീയതി ഈ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ആദ്യമൊക്കെ ഞങ്ങളത് നടത്തിയിരുന്നത് ഹജ്ജ് ഓഫീസിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരുടെ അഡ്രസ്സും ലിസ്റ്റൊക്കെ അവർ തന്നിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ വർഷം മുതൽ അത് നിരോധിച്ചിട്ടുണ്ട്, അവർ തരില്ല. അപ്പൊ നമ്മളെ മാത്രമാണ് അതിന്റെ പരസ്യം. അന്ന് ഹജ്ജ് ക്ലാസ്സുകൾ വേറെയൊക്കെ ഉണ്ടാവും. നമ്മള് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ഹജ്ജ് ചെയ്തു, ആളുകളൊക്കെ ഇങ്ങനെ ഹജ്ജ് ക്ലാസ്സും അതുപോലെ ബുക്കൊക്കെ വായിച്ച് ആകെ കൂടി ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുകയായിരിക്കും. അവർക്കൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാരുടെ ക്ലാസ് ഉണ്ടാവും, അതുപോലെ തന്നെ ട്രെയിനീസിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, സംശയ നിവാരണം ഉണ്ടാവും, ഭക്ഷണം സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ വർഷവും കുറെ കാലങ്ങളായി എല്ലാ വർഷവും 6-ാം നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയാണ് അതിന്റെ ഡേറ്റ്. അങ്ങനെ തന്നെയാണ് നടത്തി വരുന്നത്. ആ ഡേറ്റ് 29-ാം തീയതിയാണ് വരിക. അപ്പൊ അത് നിങ്ങൾ നോട്ടീസ് പുറത്തുണ്ടായിരുന്നു, ആദ്യം ഇവിടെ വെച്ചിരുന്നു. നിങ്ങൾ അത് എല്ലാവരെയും അറിയിക്കണം. പരിചയമുള്ളവരൊക്കെ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വിവരം കൈമാറണം. രാവിലെ അവരോട് സലഫിയ അറബിക് കോളേജിൽ എത്താൻ വേണ്ടി പറയണം എന്ന് ഗൗരവപൂർവ്വം ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.